സർ, രാഹുൽ ഗാന്ധി തുറന്നുവിട്ട ഒരു ഭൂതം അതിങ്ങനെ കോൺഗ്രസിനെ മൊത്തം പൊതിഞ്ഞ് അവർ ആ ഭൂതത്തെ സ്വയം ആവാഹിച്ചിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുണ്ട്. അതിനൊരു ഓപ്പറേഷൻ ക്ലീനിങ് എന്നാണ് കോൺഗ്രസ് ഇതിനെ പറയുന്നത്. ഇവരിതെല്ലാം ശുദ്ധീകരിച്ചു പോകും എന്ന് പറയുന്നു. സർ, നമുക്കറിയാം 140 180 കോടി ജനങ്ങളുള്ള നമ്മുടെ ഇന്ത്യ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ സുതാര്യമായ രീതിയിൽ ജനവിധി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്ത് 2014ലെയും 19ലേനേക്കാളും വ്യാപകമായി അല്ലെങ്കിൽ ആ വിജയത്തിനേക്കാളൊക്കെ എന്താ പറയാ ശോഭ കെടുത്തുന്ന രീതിയിൽ കഴിഞ്ഞ ഒരു വിജയത്തിൽ ബി.ജെ.പി. സർക്കാരിന്റെ വിജയത്തിൽ വ്യാപക ക്രമക്കേടുണ്ടായി എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ബി.ജെ.പിയുടെ ഒരു വോട്ടിന്റെ ഒരു ശതമാനം ഒക്കെ നോക്കിയാൽ നമുക്ക് ചില കണക്കുകൾ പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധി പറയുന്നതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്ന് മനസ്സിലാവും. പക്ഷേ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇവർ ഈ നടത്തുന്ന ഈ ഒരു ഓപ്പറേഷൻ ക്ലീനിങ്, ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്, ഒപ്പം കർണാടകയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ഇത്തരത്തിലൊക്കെ എങ്ങനെ ബാധിക്കാനാണ് സാധ്യത? നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? ഇത് ഇന്നലെ തുടങ്ങിയ കാര്യങ്ങളല്ല. ഇത് 14 19 തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയ കാര്യങ്ങളല്ല. ഇത് ഇന്ത്യയിൽ കാലാകാലങ്ങളായിട്ട് തുറന്നു വരുന്നതാണ്. ഇന്ത്യയിലെ നമ്മുടെ ജനസംഖ്യയിൽ ഏതാണ്ട് 100 കോടിയോളം വോട്ടർമാരുണ്ട്. നമുക്ക് പ്രായപൂർത്തിയായി വോട്ടവകാശമുള്ള 100 കോടിയോളം ആളുകളുണ്ട്. ഈ 100 കോടിയോളം ആളുകളുടെ വോട്ടർ പട്ടിക സമ്പൂർണ്ണമായിട്ട് ശുദ്ധീകരിച്ച്, നമ്മൾ പറഞ്ഞ പോലെ ക്രൂഡും മറ്റേ ശുദ്ധീകരിക്കുന്നത് പോലെ ശുദ്ധീകരിച്ചെടുത്തിട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ മനുഷ്യസാധ്യമായ കാര്യമല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനകത്തിലാകപ്പാടെ കേന്ദ്ര തലത്തിൽ 3 ഉദ്യോഗസ്ഥന്മാരാണ്, മുഖ്യ കമ്മീഷണറും മറ്റു 2 ഉദ്യോഗസ്ഥന്മാര്. ഇതിന്റെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പവർ തന്നെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ടി എൻ ശേഷൻ എന്നൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്ന ശേഷമാണ് ഇതിന് കയ്യും കാലും ഉണ്ട്, ജീവാവസ്ഥയിലുള്ള ഒരു കാര്യമാണെന്ന് അറിയുന്നത് തന്നെ നമ്മൾ ആ കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണല്ലോ ഇന്നലെ അനുരാഗ് താക്കൂർ പഴയ ബി.ജെ.പിയുടെ നേതാവും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്ന അനുരാഗ് താക്കൂറാണ് മറ്റേ വിഷയം പൊട്ടിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 1980കളിൽ, അതായത് ഇന്ത്യയിൽ പൗരത്വം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധിക്ക്, രാജീവ് ഗാന്ധിയുടെ ഭാര്യയ്ക്ക് അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ പൗരയാകുന്നതിന് മുമ്പ് തന്നെ അവർ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യമാണിത്. അപ്പൊ അന്നത്തെ കാലത്തെ ഭരണങ്ങളും സംവിധാനങ്ങളെ കുറിച്ച് നമുക്കറിയാമല്ലോ. അപ്പൊ വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ കുറ്റമറ്റൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുമോ എന്നുള്ളത് കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അപ്പൊ അക്കാര്യങ്ങളിലൊന്നും ചർച്ചകളും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. ഇപ്പം സുരേഷ് ഗോപിയുടെ 5 6 അല്ലെങ്കിൽ 10 വോട്ടുകൾ അവിടെ വന്നതാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ, അല്ലെ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്നുള്ള മട്ടിലാണ് ഇവിടുത്തെ ചില അവതാരങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നത്. അതിനെ നമുക്ക് ആ വഴിക്ക് വിടാം. പക്ഷെ അദ്ദേഹം രാഹുൽ ഗാന്ധി ആരംഭിക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, അതെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അവരിന്ന് അതിനെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള ഓപ്പറേഷൻ ക്ലീനിങ് ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് അതിന്റെ ആദ്യത്തെ പ്രക്ഷോഭ പരിപാടികളൊക്കെ ആരംഭിക്കുന്നു. ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാനാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ പരാതിയൊന്നും കൊടുക്കുന്നില്ല. പരാതി കൊടുത്ത് വെറുതെ മണ്ടന്മാരാകണ്ടെന്നാണ് പറയുന്നത്. കോടതിയുടെ മുമ്പിലൊക്കെ ചെന്ന് എന്തിനാ അബദ്ധം കാണിക്കുന്നത്? അപ്പൊ തന്നെ ബീഹാർ കേസിലൊക്കെ കോടതി വിധിക്കുന്നത് കണ്ടില്ലേ? ബീഹാർ കേസിലൊക്കെ ഒരുപാട് വലിയ മുതിർന്ന വക്കീലന്മാരാണ് വാദിക്കുന്നത്. പ്രഗത്ഭന്മാരൊക്കെ വാദിച്ചിട്ടും കോടതി അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. കോടതി ബീഹാർ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലിബറലായിട്ട്, കമ്മീഷൻ അനുകൂലമായിട്ടുള്ള നിലപാടാണ്. അതാണല്ലോ അതിന്റെ ശരി. ഭരണഘടനാ സ്ഥാപനത്തെ അവർക്ക് ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കോടതി എന്നും പറയുന്നത് അങ്ങനെയാണ്. പൗരത്വരെ നിങ്ങൾ വോട്ടറാണെന്ന് തെളിയിക്കുന്നതിനായിട്ട് 11 രേഖകൾ, ഇതിൽ കൂടുതൽ എന്താണ് കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടതെന്നാണല്ലോ ഇന്ന് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ ബീഹാറികളൊന്നും വിവരമില്ലാത്തവരാണ്, അല്ലെങ്കിൽ അവർക്കൊന്നും സാക്ഷരരല്ല എന്നൊക്കെ പറഞ്ഞുള്ള വാദങ്ങളും വന്നിരുന്നു. അതിനെയും കോടതി ഖണ്ഡിച്ചിരിക്കുകയാണ്. നിങ്ങൾ അഖിലേന്ത്യാ സിവിൽ സർവീസുകളൊക്കെ നോക്കുക, എത്ര ബീഹാറികളാണ് കയറി വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോടതി ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങളാണ് സുപ്രീം കോടതി നിന്നുണ്ടാകുന്ന തീരുമാനങ്ങളെന്നാണ് നമ്മൾ പറഞ്ഞില്ല. ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്നവരങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഇന്ത്യയും മുന്നണിയും കൂടെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ തുടങ്ങുകയാണ്. രാജ്യവ്യാപകമായിട്ട് നിർത്തും. അതുകൊണ്ട് ഞങ്ങൾ കോടതിയിൽ പോകുന്നില്ല. രാജ്യത്ത് മുഴുവൻ ജോഡോ യാത്രയ്ക്ക് സമാനമായ ഒരു സമരരീതി ഇന്ത്യയിൽ വ്യാപിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നല്ല കാര്യമാണ്. ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടതുമാണ്, അവരുടെ കടമയുമാണ്. പക്ഷെ നമ്മൾ പറഞ്ഞില്ലേ, കുളിപ്പിച്ച് കൊച്ചില്ലാതായി പോവുക എന്നൊക്കെ പറയുന്ന ചില അവസ്ഥയുണ്ട്. ഒരുപാട് കുളിപ്പിക്കാൻ പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ കർണാടകത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടു. ഇദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ചാൽ ഇരട്ട വോട്ടുകളും കള്ള വോട്ടുകളും എന്നൊക്കെ അദ്ദേഹം പറയുന്ന പത്രസമ്മേളനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം കർണാടകത്തിൽ നിന്ന് ആദ്യത്തെ വെടിപൊട്ടി. കർണാടകത്തിലെ സ്വന്തം സർക്കാരാണ്, കോൺഗ്രസിന്റെ സർക്കാരാണ് അവിടെ ഭരിക്കുന്നത്. ആദ്യമായിട്ട് അതിനെതിരെ പ്രതിഷേധിച്ചാരാണ്?
അവിടുത്തെ സഹകരണ മന്ത്രിയും മുഖ്യമന്ത്രിയുടെ വലം കൈയുമായ രാജണ്ണയാണ് പ്രതിഷേധിച്ചത്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഇതിന്റെ ചുമതല ആർക്കാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ? വോട്ടർ പട്ടിക ഇത്തരം കാര്യങ്ങള് ശുദ്ധീകരണമോ ചേർക്കലോ അത്തരം വോട്ടറെ നീക്കലോ ഇത്തരം ചുമതലയൊന്നും ചെയ്യുന്ന കേന്ദ്ര കമ്മീഷനല്ല. അവരതിന്റെ അവസാനത്തെ ആളുകൾ എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ സംസ്ഥാനത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സംസ്ഥാന സർക്കാർ ചെയ്യണമായിരുന്നു. അവര് വേണം സമയകാലത്ത് ഇത്തരം കാര്യങ്ങൾ, ശുദ്ധീകരണങ്ങൾ, ഒഴിവാക്കല്, അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം കണ്ടുപിടുത്തങ്ങള്, ഇരട്ട വോട്ടുകളും ഒക്കെ കണ്ടുപിടിക്കേണ്ട ചുമതല അവർക്കായിരുന്നു. അവരത് സമയത്ത് ചെയ്തില്ല. അതിനിപ്പോ എന്തിനാണ് കേന്ദ്ര കമ്മീഷനെ കുറ്റപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ആദ്യത്തെ വെടി വന്നത് അവിടെ നിന്നാണ്. ഇപ്പൊ കർണാടക രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് വരുന്ന വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് അവിടുത്തെ സർക്കാരിൽ തന്നെ അതൊരു ഭീഷണിയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ 2 തമ്മിലെ നേതാക്കന്മാർ DK ശിവകുമാറും എന്ന് പറയുന്ന ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും തമ്മിലുള്ള പോര് നമുക്കറിയാം. അത് കുറച്ചു കാലത്തിന് ശേഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം DK ശിവകുമാറിന് കൊടുക്കണമെന്നൊക്കെയുള്ള ചില ധാരണയുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും സിദ്ധരാമയ്യ വിട്ടുകൊടുക്കാനും പോകുന്നില്ല. അത് വളരെ വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞ്, കർണാടകത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ ഈ രാജണ്ണ ഉയർത്തിവിട്ടിരിക്കുന്ന മറ്റേ വിവാദത്തെ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ കൂടെ വേണം കണ്ടു മനസ്സിലാക്കാനായിട്ട്. ഇപ്പൊ പറയുന്നത് രാജണ്ണ അങ്ങനെ വെറുതെ പറഞ്ഞതല്ല. അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, വളരെ പരിചയസമ്പന്നരായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. എത്രയോ കാലമായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളാണ്. അവിടുത്തെ കർണാടക രാഷ്ട്രീയത്തെ ഏതാണ്ട് നന്നായിട്ട് നിയന്ത്രിച്ച നേതാവാണ്. മുഖ്യമന്ത്രി ആയില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തോടൊപ്പം തന്നെ 10-15 MLA-മാരുണ്ടെന്നാണ് പറയുന്നത്. അവിടുന്നൊക്കെ ചില പ്രസ്താവന, ചില വാർത്തകളൊക്കെ വരുന്ന അത്തരത്തിലാണ്. അങ്ങനെ വരുമ്പോൾ സർക്കാരിന് തന്നെ അത് ഭീഷണിയായിട്ട് മാറുകയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനം വോട്ടർ ക്ലീനിങ് കഴിഞ്ഞ്, ഓപ്പറേഷൻ ക്ലീനിങ് കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്നത് പോലെയുള്ള ദുരന്തങ്ങളൊന്നും കർണാടകത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അത്രയും മാത്രമേ അതിൽ പറയാനുള്ളൂ. ബീഹാറിന്റെ കേസ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ബീഹാറിലെ 60 ലക്ഷം 65 ലക്ഷം വോട്ടർമാരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ മരിച്ചവരുണ്ട്, സ്ഥലം വിട്ടുപോയവരുണ്ട്, കണ്ടെത്താനാവാത്തവരുണ്ട്, അത്തരം കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളും നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. ഒരു നടപടി ഉണ്ടാകത്തില്ലെന്നാണ് വളരെ കൃത്യമാണ്. കമ്മീഷന്റെ നടപടികളെ ആദ്യം ചോദ്യം ചെയ്യുന്നതിന് തടയുന്നുമില്ല. ഇനി നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പശ്ചിമ ബംഗാളിലേക്ക് വരുമ്പോഴാണ്. അങ്ങനെ ഒരു സംസ്ഥാനം ഉണ്ടല്ലോ, ഇന്ത്യ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളിൽ ഒന്നായ ആൾബലമുള്ള, കോൺഗ്രസിന് ശേഷം ആൾബലമുള്ളൊരു പാർട്ടി അതിനകത്തിലുണ്ട്. മമതാ ബാനർജിയാണ് അവിടെ ഭരിക്കുന്നത്. അവിടുത്തെ ഭരണം എന്താണ്? അവിടെ ആരൊക്കെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ പോകും? ഈ സമരം വേദി അങ്ങോട്ട് മാറുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ജാഥയോ പ്രകടനങ്ങളോ അല്ലെങ്കിൽ ഇത്തരം സമരവേദികളൊക്കെ പശ്ചിമ ബംഗാൾ സാക്ഷ്യം വഹിക്കുമോ? സംശയമുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാട്ടുരാജ്യമായിട്ടാണ് ഇപ്പൊ ഭരിക്കുന്നത്. മമതാ ബാനർജി ഭരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ ഒരു നാട്ടുരാജ്യം. അവരവിടുത്തെ രാജ്ഞിയാണ്, അല്ലെ? അവർക്ക് ഒരു നിയമങ്ങളും ബാധകമല്ല. ലോകത്തുള്ള ഒരു നിയമങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു നിയമങ്ങളും അവർക്ക് ബാധകമല്ല എന്നുള്ള നിലയിലാണ് അവർ ഭരിക്കുന്നത്. അവര് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഏജൻസികൾ ആ രാജ്യത്തേക്ക് ആ സംസ്ഥാനത്തേക്ക് കടത്തുകയില്ല. അങ്ങനെയാണല്ലോ നമ്മൾ പലതും കണ്ടതാണ്. ED ആണെങ്കിലും എൻഫോഴ്സ്മെന്റ് ആണെങ്കിലും CBI ആണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥ അവർക്ക് അവിടുന്ന് സ്ഥലം വിട്ട് ഓടേണ്ടി വരുന്ന അവസ്ഥയാണ്. അതേപോലെ തന്നെയാണ് കേന്ദ്രമന്ത്രി. ഇപ്പൊ നമ്മുടെ V മുരളീധരൻ അവിടെ സന്ദർശിക്കാൻ പോയ സമയത്തുണ്ടായ അനുഭവം നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിന് ജീവനം കൊണ്ട് തിരിച്ചു വന്നത് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭാഗ്യമാണ്. ഇതൊന്നും വേണ്ട. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് അവിടെ ഇറങ്ങാൻ സാധിക്കുന്നില്ല. അവിടുത്തെ എയർപോർട്ടില് അമിത്ഷായ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. അദ്ദേഹത്തിന്റെ വിമാനമെന്നാണ്. ആലോചിച്ച് നോക്കി. അപ്പൊ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ പോലും അങ്ങോട്ട് കടത്തിവിടുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആരാണ് പരിഷ്കരിക്കാൻ പോകുന്നത്? നമുക്കറിയാം, ബീഹാറിലെ 65 ലക്ഷം വോട്ടർമാരാണെങ്കിൽ എങ്ങനെയായാലും ഒരു 6.5 കോടി വോട്ടുകൾ ഇരട്ടിപ്പോ മറ്റോ മിനിമം ആ സംസ്ഥാനത്തുണ്ടാകും, പശ്ചിമ ബംഗാളിൽ ഉണ്ടാകും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവിടെ ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമാണത്. ആരൊക്കെയാണ് അവിടുത്തെ വോട്ടർമാര് എന്താണെന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു കമ്മീഷനും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ആരെങ്കിലും കണ്ടെത്താൻ ശ്രമിച്ചാലോ? അവിടെ നമ്മുടെ രാജണ്ണ പറഞ്ഞ വാദമാണ് അവിടെ ഉന്നയിക്കുന്നതെങ്കിൽ ഇത് സംസ്ഥാന സർക്കാർ കണ്ടെത്തി തരട്ടെ എന്ന് പറയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ. പറഞ്ഞു കഴിഞ്ഞാലോ സംസ്ഥാനം മമത കണ്ടെത്തി കൊടുക്കുമോ? ഈ പറയുന്ന വോട്ടർമാരെ, കള്ള വോട്ടർമാരെയോ ഇരട്ടിപ്പുകളൊക്കെ കണ്ടെത്തി കൊടുക്കുമോ? നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ല. കേരളത്തിൽ കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ രമേശ് ചെന്നിത്തല, കോൺഗ്രസിന്റെ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞു കേരളത്തിൽ ഏതാണ്ട് 4 ലക്ഷം വോട്ടരട്ടിപ്പുണ്ട്. അദ്ദേഹം ഒന്ന് പറഞ്ഞതാണ്. അവരൊരു സർവേ ടീമിനെയൊക്കെ വെച്ചിട്ട് കേരളത്തിൽ കണ്ടെത്തിയതാണ് 4 ലക്ഷം വോട്ടുകൾ ഇരട്ടിപ്പായിട്ട്
മണ്ഡലങ്ങളിൽ കേരളത്തിലെ പല മണ്ഡലങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ അവസാനം അദ്ദേഹത്തിന്റെ പേരും വന്നിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ പേരും ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലും അതിനടുത്തുള്ള അവിടെ നിന്നുള്ള MLA ആണ് അദ്ദേഹം. അതിനടുത്തുള്ള ചെന്നിത്തല തൃപ്പരന്തര പഞ്ചായത്തിലാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അമ്മയുടെയും വോട്ടുകളൊക്കെ അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലാണുള്ളത്. അദ്ദേഹത്തിന്റെ വോട്ടിൽ ഇരട്ടിപ്പുണ്ടെന്നാണ്. അപ്പൊ അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ വയനാട് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, സുരേഷ് ഗോപി മാത്രമല്ല, വയനാട് മണ്ഡലം അടക്കം ഒരുപാട് കാര്യങ്ങൾ വോട്ടരട്ടിപ്പ് സംബന്ധിച്ചുള്ള കഥകളും വാർത്തകളും നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് എവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ ഈ വെറുതെ ഒരു പുകമറ സൃഷ്ടിച്ച കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്താം. കഴിഞ്ഞ ദിവസത്തെ ചർച്ച മുഴുവൻ അതായിരുന്നല്ലോ. ഇപ്പൊ നമ്മുടെ വോട്ടർ പട്ടിക ശുദ്ധീകരണമൊക്കെ അങ്ങ് പോയി സുരേഷ് ഗോപിയെ പിടിക്കുക എന്നുള്ളതാണ്. സുരേഷ് ഗോപിയാണ് കേരളത്തിലെ ഈ വോട്ടർ പട്ടികയിലുള്ള സർവനാശവും വരുത്തിയിരിക്കുന്നുള്ള മട്ടിലാണ് ഇപ്പോൾ ചർച്ചകളും സംസാരങ്ങളും ഒക്കെ വരുന്നത്. സുരേഷ് ഗോപിയോടെ പിന്നെ ഇപ്പൊ തുടങ്ങിയതല്ല. പണ്ട് അദ്ദേഹം പോണ്ടിച്ചേരിയിൽ നിന്ന് ഒരു കാർ എടുത്തു. പോണ്ടിച്ചേരിയിൽ നിന്ന് അദ്ദേഹം ഒരു കാർ ഇറക്കുമതി ചെയ്ത്, അദ്ദേഹം MP ഒന്നും അല്ല കേട്ടോ, MP മന്ത്രി ഒന്നും അല്ലായിരുന്ന കാലത്താണ്, ഒരു സിനിമാ നടനായിരുന്ന കാലത്താണ്. പോണ്ടിച്ചേരിയിൽ നിന്ന് അദ്ദേഹം ഒരു കാർ എടുത്ത്, എല്ലാവരും അവിടുന്ന് കാർ എടുക്കുന്നത്. കാരണം കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് അവിടെ നികുതി കുറവാണ്. മാഹി പോയി മദ്യം വാങ്ങിക്കുന്നത് പോലെ പോണ്ടിച്ചേരി പോയിട്ടായിരുന്നു അന്നല്ല കേരളത്തിലെ മലയാളികൾ 90% ആളുകളും കാർ എടുക്കുന്ന അവിടെ നല്ലപോലെ നികുതി ഇളവ് കിട്ടുമായിരുന്നു. അപ്പൊ അന്ന് പോണ്ടിച്ചേരിയിൽ നിന്ന് കാലാകാലങ്ങളായിട്ട് ആളുകൾ കാർ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അവർക്കാർക്കും കുഴപ്പങ്ങളൊന്നുമില്ല. സുരേഷ് ഗോപി പോയി ഒരു കാർ കൊണ്ടുവന്നതാണ് പ്രശ്നം. എന്തൊരു ബഹളമായിരുന്നു, എന്തൊരു ബഹളവും ചർച്ചകളുമായിരുന്നു. പിന്നെ ചാനലുകളിലൊന്നും അദ്ദേഹം മന്ത്രിയും BJPയുടെ ഒരു പ്രതിനിധിയൊന്നും അല്ലാത്തത് കൊണ്ടായിരിക്കും അന്ന് ചാനലുകളൊക്കെ അദ്ദേഹത്തെ അങ്ങ് വിട്ടുകളഞ്ഞു. വലിയ ചർച്ചകൾ വന്നില്ല. എന്തായാലും പത്രമാധ്യമങ്ങളിലൊക്കെ നല്ല ചർച്ചയായിരുന്നു. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. നമ്മുടെ ഈ ഓപ്പറേഷൻ ക്ലീനിങ് ഒക്കെ നല്ല കാര്യമാണ്. ഇതൊക്കെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കേണ്ടതുമാണ്. അതിപ്പോ ഒരു പക്ഷേ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. എല്ലാ നേതാക്കന്മാരോടും നമുക്ക് പറയാനുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മളടക്കമുള്ള വോട്ടർമാരോട് പറയാനുള്ള കാര്യം, നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യണം. ഇപ്പൊ രാഹുൽ ഗാന്ധി അത് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. അത് അന്വേഷിക്കണം, എവിടെയൊക്കെ ഉണ്ട്, എന്തെല്ലാം ഉണ്ട്, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. അത് ഓരോ പൗരന്റെയും ചുമതലയാണ്. അല്ലാതെ നാട്ടുകാരോട് വെറുതെ ആഹ്വാനം നടത്തിയ ശേഷം ഇത്തരത്തിലുള്ള പ്രക്ഷോഭണങ്ങളും സമരങ്ങളും സമരാഭാസങ്ങളും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ ഈ ഒരു ക്ലീനിങ് കാര്യത്തിൽ ഒരു നല്ല ഒരു ഗുണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും വോട്ടേഴ്സ് ലിസ്റ്റ് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലുള്ള ഓപ്പറേഷൻ ക്ലീനിങ്, കോൺഗ്രസ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ ക്ലീനിങ്ങുമായി മുന്നിട്ടിറങ്ങുകയാണ്. എന്തൊക്കെയാണ് വരും ദിവസങ്ങൾ ഇവർ ഇതുവഴി ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.